കേരളത്തിലിപ്പോൾ ഒരു റീലിൻ്റെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ പലപ്പോഴും വളരെ കൃത്രിമമായി നിർമ്മിക്കപ്പെടുന്ന പല റീലുകളിലൂടെയും ജനങ്ങളുടെ വൈകാരികമായ തലങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് അടുപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന റീലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും വിവാദമായിട്ടുള്ള ഒരു റീല് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോവിന്ദൻ മാഷ് ഒരു ജാഥ നടത്തുന്നുണ്ടെന്ന് നമുക്കറിയാം. ആ ജാഥ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട്ട് വെച്ച് അദ്ദേഹത്തിൻ്റെ ജാഥ കഴിയുന്ന സമയത്ത് ഈ അദ്ദേഹത്തെ ഹാരമണിയിക്കാനൊക്കെ വേണ്ടി ആളുകൾ വരുന്നതിനിടക്ക് മൊയ്തീൻ എന്ന് പറയുന്ന ഒരു പ്രായമുള്ള ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ കൂടി കയറി വന്നു. ആ കയറി വന്നതിന് ശേഷം അദ്ദേഹം എനിക്ക് കിട്ടിയ സാമൂഹ്യക്ഷേമ പെൻഷനാണിതെന്നും കഴിഞ്ഞ വർഷങ്ങളിൽ ഇതെല്ലാം കിട്ടാൻ കാരണം LDF ഗവൺമെൻറ് ആണെന്നും ഇനി ഒരുപക്ഷെ UDF ഗവൺമെൻറ് വന്നാൽ ഇത് നിർത്തലാക്കുമെന്നും അതുകൊണ്ട് ഈ പണം സ്വീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ മാഷിൻ്റെ കയ്യിലേക്ക് ഒരു ചെറിയ എമൗണ്ട് കൈവശം വെക്കുന്നത് നമ്മൾ കാണാം. അപ്പോൾ അത് വെക്കുമ്പോൾ ഗോവിന്ദ മാഷ് അത് എണ്ണി നോക്കുകയും കൃത്യമായി ഗോവിന്ദ മാഷ് ഇത് വേണ്ട നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞ് തിരികെ പോക്കറ്റിൽ വെച്ച് കൊടുക്കുന്ന ഒരു ദൃശ്യവുമൊക്കെ നമ്മൾ കണ്ടു, റീല് നമ്മൾ കണ്ടു. അപ്പോൾ ഇത് ഒരു PR വർക്കിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ഒരു റീലാണ് എന്ന് പറയുന്ന ആക്ഷേപമൊക്കെ ഉയരുകയും പിന്നെ അതിനുശേഷം ഇദ്ദേഹം അറിയാതെ തന്നെ ഒരു ക്യാമറയിലൂടെ ഒരു ദൃശ്യം പകർത്തി ആളുകൾ പുറത്തേക്ക് വിടുകയും ചെയ്തു. അത് യഥാർത്ഥത്തിൽ മൊയ്തീൻ എന്ന് പറയുന്ന ആൾ അവിടുത്തെ ചില നേതാക്കന്മാർ വന്ന് എന്നോട് ഇതുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞതാണെന്നും അങ്ങനെ കൊടുത്തതിന് ശേഷം യഥാർത്ഥത്തിൽ തിരികെ കിട്ടും, ആ പണം തിരികെ കിട്ടിക്കോളും, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തന്നുവിട്ടതാണെന്നും അങ്ങനെ തിരികെ മേടിച്ച് എനിക്ക് കയ്യിൽ വെച്ചതാണെന്നും ആകെ നാണക്കേടായി പോയി എന്നുമൊക്കെ പറയുന്ന ഒരു ചെറിയ വീഡിയോ ദൃശ്യം കൂടി പുറത്തേക്ക് വിട്ടു. അതിനുശേഷം ഇദ്ദേഹത്തെ വീണ്ടും കൈരളി TV ചെന്ന് കാണുകയും കൈരളി TV യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഫുള്ളായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള ബൈറ്റ് എടുക്കുകയും അതിൽ അദ്ദേഹം ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി കൊടുത്തതാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിച്ച് കളയരുത് ഇത് ആദ്യത്തേതാണെന്ന്. ഇതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം MA ബേബി പാത്രം കഴുകുന്നതിൻ്റെ ഒരു റീലുമൊക്കെ നമ്മൾ കണ്ടു. പാത്രം കഴിയുന്നതൊക്കെ നല്ലതാണ്, അത് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുന്ന ധാരണയൊക്കെ പരക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ മറ്റ് ചില രംഗങ്ങൾ കൂടി കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള റീലുകളൊക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യയിലും ലോകത്തുമൊക്കെ തന്നെ വ്യാപകമായി തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരറിയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. അത് ഇന്ത്യയിലും ലോകത്തൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. അതിൽ നരേന്ദ്രമോദി എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു തന്ത്രവും കൂടിയുണ്ട്. അത് ഏതാണ്ട് ഇപ്പോൾ 4 സ്ഥലങ്ങളിൽ അദ്ദേഹം ഉപയോഗിച്ച് കഴിഞ്ഞു. കാരണം എല്ലാ അദ്ദേഹത്തിൻ്റെ പരിപാടിക്കും കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് വന്നപ്പോഴും മറ്റ് നിരവധി സ്ഥലങ്ങളിൽ വന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ചിത്രവുമായിട്ടൊരു പയ്യൻ വരും. ആ പയ്യൻ്റെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനെ വിളിച്ചിട്ട് അദ്ദേഹം പറയുമ്പോൾ ആ ചിത്രം ഇങ്ങോട്ട് മേടിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ അവരുടെ അഡ്രസ്സ് എഴുതി തരാൻ പറയും. ആ അഡ്രസ്സിലേക്ക് പുള്ളി ലെറ്റർ അയക്കും എന്ന് പറയുന്ന സ്ഥിരം ഒരു PR വർക്കുമൊക്കെ നമ്മൾ എന്ത് ചെയ്തു കൃത്യമായിട്ട് കണ്ടു. അപ്പോൾ ഇതൊക്കെ എല്ലാവരും തന്നെ ചെയ്യുന്നതാണ്. ഇതിൻ്റെ കുറച്ച് ഗംഭീരമായിട്ടുള്ള വേർഷൻസൊക്കെ വേറെയും കണ്ടുകൂട്ടാ. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഒരു KC വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, അദ്ദേഹം രണ്ടാമനായിട്ടുള്ള അദ്ദേഹം യഥാർത്ഥത്തിൽ ആലപ്പുഴയിൽ വന്ന് ഒരു വീട്ടിൽ കയറിയിട്ട് കപ്പയും മീൻകറിയും ഒക്കെ കഴിക്കുന്നതാണ്. ഈ കപ്പയും മീൻകറിയും ഒക്കെ കഴിക്കുന്നത് പഴയ ആളുകൾക്കൊക്കെ നല്ല ഓർമ്മയുണ്ടാകും. 1987 പുറത്തിറങ്ങിയ ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അപ്പോൾ വലിയ സമ്പന്നനായിട്ടുള്ള വലിയ ഉന്നത കുലജാതനായിട്ടുള്ള ഒരാളുടെ മകനായിട്ട് എന്ത് ചെയ്യുന്നു, അടൂർ ബാസിയുടെ മകനായിട്ടാണ് തന്നെ ഉണ്ടോ മോഹൻലാൽ എന്ത് ചെയ്യുന്നു, മകനായിരിക്കുന്നു. അദ്ദേഹം ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. പഴയ രാജാക്കന്മാരൊക്കെ ആയിരുന്നു. അപ്പോൾ മോഹൻലാൽ എന്ത് ചെയ്തു, ഒരു വീട്ടിൽ കയറിയിട്ട് ഏതാണ്ട് ഇതേപോലെ തന്നെ കപ്പയും മീൻകറിയും ഒക്കെ ഉണ്ട്, എത്ര രസമാണ്, എനിക്ക് കുറച്ച് തരൂ എന്നൊക്കെ പറഞ്ഞ് മേടിച്ച് കഴിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നു, ഞങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ തമ്പ്രാൻ കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കഴിക്കുമെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയുള്ള ഒരു റീല് ഇപ്പോൾ KC വേണുഗോപാൽ ഒരു വീട്ടിൽ എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇത്രയും ഭംഗിയായിട്ടില്ല, പക്ഷേ അതുപോലെ റീലെടുത്ത് പുറത്തു വിടുന്നത് കണ്ടു. കൂടാതെ മനോരമയുടെ ചില വാർത്തകളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത് അദ്ദേഹം ഒരു സ്ഥലത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഈ പറയുന്ന ആ തൊഴിലുറപ്പ് തൊഴിലാളികളെ കാണുന്നു. അപ്പോൾ അവരെ ഇടക്കോട്ട് ഇറങ്ങി ചെല്ലുന്നു. അവർ വലിയ ആശങ്കകളുമായിട്ട് ഈ തൊഴിലാളികൾ പറയുന്നു, ഈ തൊഴിലുറപ്പ് ഇനിയും ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹം ഞങ്ങളൊപ്പം ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ഉറപ്പ് കൊടുക്കുന്നു. പക്ഷേ ഇതൊക്കെ കൊടുക്കുമ്പോഴും കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കോളറിൽ മൈക്ക് കുത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഇനി അടുത്തത് വീണ്ടും മനോരമയുടെ തന്നെ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അത് എന്ന് പറയുന്നത് അതിൻ്റെ ഹെഡിങ് തന്നെ ഇതാണ്, സാറേ തൈര് കൂട്ടി കപ്പ കഴിക്കാം എന്നുള്ളതാണ് ഹെഡിങ്. അപ്പോൾ അതായത് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ തൊഴിലാളികളെ കാണുന്ന ഒരാൾ KC വേണുഗോപാൽ അവിടേക്ക് ഇറങ്ങി ചെല്ലുന്നു. ആ KC വേണുഗോപാൽ എന്ത് ചെയ്യുന്നു, അപ്പോൾ അവിടെ ഇരിക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും വേണ്ടതെന്ന് ചോദിക്കുന്നു. ഉടനെ തന്നെ തൈരും കപ്പയൊക്കെ കൊണ്ടുവരുന്നു. കപ്പയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കസേരയില്ലല്ലോ എന്ന് പറയുന്നു. ഉടനെ KC വേണുഗോപാൽ ചോദിക്കുന്നു, കസേരയിലാണോ നിങ്ങളൊക്കെ ഇരിക്കുന്നത്? അല്ല, ഞങ്ങളൊക്കെ ഈ പറമ്പിലാണ് ഇരിക്കുന്നതെന്ന് പറയുന്നു. ഉടനെ തന്നെ KC വേണുഗോപാൽ കൂടി ആ പറമ്പിലിരിക്കുന്നു. നിങ്ങൾക്കൊപ്പം ഞാനും ഇരിക്കാം, നിങ്ങളൊന്നും സീറ്റിട്ടല്ലല്ലോ ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നു.
അപ്പോൾ അവിടെയൊക്കെ അഴുക്കാണ് എന്ന് പറയുന്നു. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ ലാഘവത്തോടുകൂടി അവിടെ എന്ത് ചെയ്യുന്നു, ഇരിക്കുന്നു. അപ്പോൾ അതിന് ശേഷം തൈരും കൂട്ടിയിട്ട് ഇദ്ദേഹം കപ്പ കഴിക്കുന്നു. കപ്പ കഴിച്ചതിന് ശേഷം അദ്ദേഹം തൊട്ടടുത്ത കടയിൽ നിന്നും കേക്ക് വരുത്തി കേക്ക് സമ്മാനമായി നൽകിക്കൊണ്ടാണ് പോകുന്നത്. ഇത് യഥാർത്ഥത്തിൽ മനോരമ ഗംഭീരമായിട്ടുള്ള ഒരു വാർത്തയാക്കി കൊടുത്തതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള റീലുകളുടെയൊക്കെ ഒരു അതിപ്രസരം നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തെറ്റൊന്നുമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നവർ കുറച്ചുകൂടി പ്രൊഫഷണലി, കുറച്ചുകൂടി നാച്ചുറലായി തോന്നുന്ന രീതിയിൽ ചെയ്യാൻ കഴിയുന്ന PR ഏജൻസികളൊക്കെ ഏൽപ്പിക്കാം. വേറെ ആരെങ്കിലും കിട്ടിയില്ലെങ്കിൽ എന്നെയൊക്കെ തന്നെ ഏൽപ്പിക്കും. ഞാൻ അതിഗംഭീരമായി ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് ഇപ്പോഴെങ്കിലും തുടങ്ങിയ ഒരു പരിപാടിയില്ല കേട്ടോ. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ PR വർക്കുകളും ഇതുപോലെയുള്ള ഏജൻസികളും ഒക്കെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നൊന്നും ആദ്യത്തെ കാര്യമല്ല. യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷം ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം ഉയർത്തിക്കാട്ടി രാജീവ് ഗാന്ധിയോട് തെരഞ്ഞെടുപ്പിൽ നേരിടാൻ ഉപദേശിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കൺസൾട്ടൻസി ഫേമായിട്ടുള്ള മെക്കൻസി എന്ന് പറയുന്ന കമ്പനിയാണ്. കോടികൾ കൊടുത്തിട്ടാണ് അവർക്ക് അത്തരത്തിലുള്ള ഒരു ഉപദേശം കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിയണം. അവിടെ നിന്ന് മുതൽ ഇങ്ങോട്ട് നിരവധി തവണ ഇത്തരത്തിലുള്ള റീലുകളെയൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അന്ന് ഈ മീഡിയകളൊന്നും തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്നില്ല. പകരം മീഡിയകളൊക്കെ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് മരണത്തിൻ്റെ വ്യാപാരി എന്നുള്ള നിലക്കാണ്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, ഒരുപക്ഷെ ചില ഇൻ്റർവ്യൂകളിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയതുമൊക്കെ തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ചോദ്യങ്ങൾ നേരിടാൻ വയ്യാതെ അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള രംഗങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് നരേന്ദ്രമോദിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹം വളരെ കൃത്യമായി പ്രശാന്ത് കിഷോറിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയകളെ തന്നെ ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും സോഷ്യൽ മീഡിയകളിലൂടെ അദ്ദേഹം ഒരു ഇമേജ് കെട്ടിപ്പടുക്കുകയും പിന്നീട് അധികാരത്തിലേക്ക് വന്നതിന് ശേഷം വളരെ കൃത്യമായി മീഡിയകളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുകയും ഒക്കെയാണ് ചെയ്തത്. അതിനു മുമ്പ് മീഡിയകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് കോൺഗ്രസ് ഗവൺമെൻറ്റിനെതിരെയുള്ള അഴിമതി കഥകൾ പ്രചരിപ്പിക്കാനും അണ്ണാ ഹസാരെ മുതൽ ഇത്തരത്തിലുള്ള മീഡിയകളെ വരെ ഉപയോഗിച്ചുകൊണ്ട് ബോഫോസ് അടക്കമുള്ള നിരവധി കുംഭകോണങ്ങളെ പൊലിപ്പിച്ച് കാണിക്കാനും ഒക്കെ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുന്നത്. പക്ഷേ ഇതിനേക്കാളൊക്കെ മുമ്പ് തന്നെ അമേരിക്കൻ രാഷ്ട്രീയത്തിലൊക്കെ ഇത്തരത്തിൽ വംശീയമായിട്ടുള്ള വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് ആദ്യം മത്സരിക്കുന്നതിന് ഏതാണ്ട് 1.5 കൊല്ലം മുമ്പ് തന്നെ അത്തരത്തിൽ വംശീയമായിട്ടുള്ള വിദ്വേഷം ജനിപ്പിക്കുന്ന വാക്കുകളുടെ ഒരു ഗൂഗിൾ സെർച്ചുകളിൽ വലിയ സർജ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ചില പ്രൊഫസേഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെയൊക്കെ ഇലക്ഷനിലും ഇതുപോലെ തന്നെ വളരെ വിശദമായി ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും ഒക്കെ എതിരാകുമ്പോഴും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയകളെ അദ്ദേഹം അതിഗംഭീരമായിട്ടും ഇൻ്റർനെറ്റിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ഷൻ പ്രചരണമാണ് നടത്തിയത് എന്നുള്ളത് നിങ്ങളാരും മറന്നുകൂടാ. അപ്പം നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും ഒക്കെ അടക്കമുള്ള നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള ഇലക്ഷൻ പ്രചരണം നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ റീൽസ് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. 2016 കേരളത്തിൽ നടന്നിട്ടുള്ള ഇലക്ഷനെ കുറിച്ച് ഡെക്കാൻ ഹെറാൾഡിൻ്റെ ഒരു ആർട്ടിക്കിൾ തന്നെ പറയുന്നത് 95ഓളം വരുന്ന മണ്ഡലങ്ങളിൽ വിധി നിർണ്ണയിച്ചത് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിലെ പ്രചരണങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ 2016 2021 വരുമ്പോഴേക്കും അതാണ്ട് മുഴുവനായിട്ടുണ്ടാവും. ഇനി 2024 2026 ഒക്കെ വരുമ്പോൾ അത് പരിപൂർണമായിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ അറിയേണ്ട പിന്നീട് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2024 ഇലക്ഷൻ എന്ന് പറയുന്നത് അതറിയപ്പെട്ടത് ലോകത്തിലെ ഏതാണ്ട് 50% ആളുകളും വോട്ടിങ്ങിലേക്ക് പോയിട്ടുള്ള ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. അതായത് ലോകത്തിൻ്റെ പകുതി പോപ്പുലേഷൻ പോലും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയിട്ടുള്ള ഒരു വർഷമാണ്. ആ വർഷത്തെ യഥാർത്ഥത്തിൽ ഇലക്ഷനുകളെല്ലാം തന്നെ ടേം ചെയ്തിരിക്കുന്നത് ടിക്ടോക്ക് ഇലക്ഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇന്തോനേഷ്യയിൽ ഇപ്പോൾ പ്രഭാവോ സുബിയാന്തോ എന്ന് പറയുന്ന ഒരാൾ പ്രസിഡന്റ് ആകുന്നു. ആ പ്രസിഡന്റ് ആകുന്നതിൻ്റെ കാരണം അദ്ദേഹം യഥാർത്ഥത്തിൽ അതിക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു, ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇമേജ് എല്ലാം മാറ്റിയത് അദ്ദേഹം ഒരു മുത്തച്ഛനാണ്, ആർക്കും ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുന്ന സ്നേഹം പങ്കിടാൻ കഴിയുന്ന ഒരു മുത്തച്ഛനാണ് എന്ന് പറയുന്ന ഗമോയ് എന്നവരുടെ ഭാഷയിൽ പറയുന്ന ഒരു ഫീൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് ടിക്ടോക്കുകളിലൂടെയാണ് അത് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതുപോലെ തുർക്കിയിൽ ഇലക്ഷൻ നടന്നപ്പോൾ അവിടുത്തെ എർദോഗാൻ പോലും 1,40,000 വരുന്ന ടിക്ടോക്ക് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തുകൊണ്ട് അതിലൂടെയൊക്കെ തന്നെ പ്രചരണം നയിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. 2024 ഇത്തരത്തിൽ ലോകത്തെമ്പാടും തന്നെ സോഷ്യൽ മീഡിയയുടെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ വിസ്മരിച്ച് കളയരുത്. അതിൽ റീലുകളും ഷോർട്സുകളും ഒക്കെയാണ് ആളുകൾ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ലോങ് വീഡിയോസും ആ ലോങ് വീഡിയോസ് ഉണ്ടാക്കുന്ന ആളുകളുടെ ഇൻഫ്ലുവൻസും ഒക്കെ തന്നെ കൂടുതലാണ്. പക്ഷെ അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2024 ഇന്ത്യൻ ഇലക്ഷനിലേക്ക് പോലും വന്നാൽ
നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രതിപക്ഷമോ പ്രതിപക്ഷത്തിൻ്റെ ആക്രമണങ്ങളോ ചോദ്യത്തിനോ ഒന്നും ഉത്തരം പറയേണ്ടി വന്നില്ല. പക്ഷേ 2024 നരേന്ദ്രമോദി പലപ്പോഴും ഉത്തരം പറയേണ്ടി വന്നത് ധ്രുവ് റാത്തിയെ പോലെയുള്ള നിരവധി ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പടച്ചുവിട്ട വീഡിയോകൾക്കാണ്. അതിൽ തന്നെ ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെ മാത്രം 7 കോടിയോളം വരുന്ന ആളുകൾ കാണുകയും, കൂടാതെ നിങ്ങൾ അറിയേണ്ടത് 100 കോടി ആളുകളിലേക്ക് അത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വാട്സാപ്പിൻ്റെ ക്യാമ്പയിൻ അദ്ദേഹം തുടങ്ങുകയും ചെയ്തു എന്നുള്ളതൊന്നും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇത്തരത്തിൽ രവീഷ് കുമാർ അടക്കം, ഈ പറയുന്ന പോലെ ആകാശ് ബാനർജി അടക്കം, ഈ പറയുന്ന ധ്രുവ് റാത്തി അടക്കം പേരറിയുന്നതും പേരറിയാത്തതുമായിട്ടുള്ള ആയിരക്കണക്കിന് ചാനലുകൾ ഈ ധ്രുവ് റാത്തിയിൽ നിന്നൊക്കെ ആവേശം ഉൾക്കൊണ്ട് ഇത്തരത്തിൽ വളരെ ഷാർപ്പായ ഇലക്ട്രൽ ബോണ്ടിനെതിരെ കുറിച്ചുള്ള വളരെ നിരവധി വീഡിയോകൾ പറച്ചുവിടുകയും ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോയി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന തോന്നലുണ്ടാക്കാൻ കഴിയുകയും ഒക്കെ ചെയ്തത് തന്നെയാണ് നരേന്ദ്രമോദിക്ക് പോലും വലിയ വിനയായി മാറിയത്. അതുകൊണ്ടാണ് 303 സീറ്റുകളിൽ നിന്ന് BJP 240 സീറ്റുകളിലേക്ക് ഒതുങ്ങിയത്. ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഈ റീലുകൾക്കും അതുപോലെ പ്രചരണങ്ങൾക്കുമൊക്കെ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പക്ഷേ ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളുകൂടിയാണ് എന്നുള്ളത് മറന്നു പോകരുത്. കാരണം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പാളിപ്പോയാൽ അതുണ്ടാക്കുന്ന ഡാമേജ് എന്ന് പറയുന്നത് 10 മടങ്ങായിരിക്കും എന്നുള്ളത് കൂടി ഇത് നിർമ്മിക്കുന്നവർ ആലോചിക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള റീലുകളും ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും ഇത്തരത്തിലുള്ള പെയ്ഡ് ന്യൂസുകളും ഒക്കെ നമ്മൾ കാണേണ്ടി വരും ഇനിയുള്ള മാസങ്ങളിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അത് കാണുമ്പോൾ പോലും യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി നാച്ചുറലായി ഓർഗനൈസ്ഡായി ചെയ്യാൻ കഴിയുന്ന ആളുകളെങ്കിലും ഏൽപ്പിക്കാനുള്ള വൈഭവവും ബുദ്ധിയും നിങ്ങൾ കാണിക്കണം എന്ന് മാത്രമാണ് എനിക്ക് രാഷ്ട്രീയക്കാരോട് ഉപദേശിക്കാനുള്ളത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് വെറും പ്രകടനാത്മകതയാണെന്നും ഇവർ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകളല്ല എന്നുള്ളതുമൊക്കെ ജനം തിരിച്ചറിയും. മറ്റൊരു സിനിമയിലുണ്ട്, അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള ദ കിങ് എന്ന് പറയുന്ന സിനിമയിലാണെന്നാണ് എൻ്റെ ഓർമ്മ. മുരളി ഒരു രാഷ്ട്രീയക്കാരനാണ്. നമ്മുടെ പഴയ മുരളി എന്ന് പറയുന്ന നടൻ അഭിനയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ. അതിൽ കെ കരുണാകരൻ്റെയും ഇപ്പോഴുള്ള മുരളീധരൻ്റെയും ഒക്കെ പല തോന്നലുകളൊക്കെ വരുന്ന പല കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അതിൽ മുരളി വന്നിട്ട് ഒരു പാവപ്പെട്ട കൊച്ചിനെ എടുത്ത് പിടിച്ചിട്ട് അവൻ്റെ ഈ പറയുന്ന പോലെ മൂക്കട്ട തന്നെ മൂക്കിലുള്ള ഇത് കളയുന്ന ഒരു രംഗമുണ്ട്. ആ കളയുന്ന രംഗം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്താണ്, ഈ പയ്യൻ്റെ ഈ പറഞ്ഞ പോലെ സ്മെല്ല് പോകുന്നില്ലല്ലോ, അതുകൊണ്ട് നീ ഡെറ്റോളോ എന്തെങ്കിലും എടുക്ക് എന്ന് ഭാര്യയോട് പറയുന്ന ഒരു രംഗമുണ്ട്. എന്ന് പറയുന്ന പോലെയുള്ള പല പ്രകടനങ്ങളും ഇനി കാണേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇവരുടെ മനസ്സെന്താണെന്ന് പിന്നീട് ഇത് പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ തിരിച്ചറിയുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വരാനിരിക്കുന്നത് റീലുകളുടെ പൂക്കാലമാണ് എന്നുള്ളത് മറന്നു പോകരുത്. അതിൽ യഥാർത്ഥ സ്വഭാവം ഈ റീലുകൾ കണ്ട് ഇത് തന്നെയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മൾക്ക് പലപ്പോഴും കഴിയാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ലോകത്തുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്.